ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് ഐ ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് ഇത് ഇടുന്നത്. കാരണം നമ്മള് നമ്മുടെ ഒരു പബ്ലിക് ഹോളിഡേ കിട്ടിയപ്പം നമ്മള് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് 4 സ്ഥലത്ത് പോകാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. 100 കിലോമീറ്ററിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ കണ്ടത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ നമ്മുടെ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ ഓൾറെഡി ഒരു നാച്ചുറൽ ബ്രിഡ്ജ് കണ്ടു, പിന്നെ ഒരു കേവ് കണ്ടു. ഇനി നെക്സ്റ്റ് എന്താന്നറിയാ ഊട്ടി? നീ വാട്ടർഫോളിലേക്ക് പോണേനാണോ ഈ കണ്ണില് കണ്ണടയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്? മറ്റേ നല്ല വെയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തൊപ്പിയൊക്കെ എടുത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ വെയില് പോയിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കേട്ടാ, തണുപ്പാണ്. നമ്മൾ ആരും സ്വെറ്റർ എടുത്തില്ല. ന്യൂസിലാൻഡ് സമ്മർ എന്ന് പറഞ്ഞാലും കേവ് അങ്ങനത്തെ നമ്മള് സിറ്റി വിട്ട് വേറെ എവിടെയെങ്കിലും പോയി അപ്പൊ തണുപ്പ് വെച്ചിരിക്കും. ഈ ഫാം ഹൗസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ തണുപ്പാണ്. നമ്മൾ സ്വെറ്റർ എടുക്കേണ്ടതായിരുന്നു. ടെമ്പറേച്ചർ 18-18 ഡിഗ്രി കാണിക്കണ്ടേ. അപ്പൊ നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ എല്ലാവർക്കും വിശന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെ കണ്ട ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് കോഫി കുടിച്ചു. അപ്പൊ അതിന്റെ റീല് ഞങ്ങൾ ഇതിന് മുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ടോയ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. എന്താ പറയാ, നമ്മുടെ BP പമ്പിൽ നിന്നൊക്കെ ഇവിടെ മറ്റേ നമ്മള് പെട്രോൾ പമ്പിന്റെ അവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് കോഫി? അതിപ്പോ എന്റെ അധികം മറ്റേ ഷുഗർ ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ നേരെ മറ്റേ എല്ലാവർക്കും ലൂയില് പോണം. കാലത്ത് എത്ര മണിക്ക് ഇറങ്ങിയത് നമ്മള് വീട്ടിൽ നിന്ന്? 8 മണിക്ക് ഇറങ്ങിയതല്ലേ. അപ്പൊ എല്ലാവർക്കും ശുശു വെക്കാൻ മുട്ടുന്നുണ്ട്. എനിക്ക് ഉണ്ടില്ല. ഓ, അപ്പൊ ഇവിടെ നിന്നൊരു 5 മിനിറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ വാട്ടർഫോളിൽ എത്തുന്നതിന് മുന്നേ നേരെ പോകുമ്പോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. മരക്കപ്പ അവിടെ തന്നെ. നമ്മളവിടെ ഇല്ല ഇപ്പൊ പോയത്? അവിടേക്കല്ലേ പോയിക്കൊണ്ടിരിക്കണേ? ഓക്കെ. ഇനി അടുത്തൊരു പേര് എന്നിട്ടായിരുന്നു മരക്കപ്പ വാട്ടർഫോൾസ് അല്ലേ? അതിന്റെ പേര് എന്നിട്ടാ നമ്മൾ പറഞ്ഞ? അതെ, മരക്കപ്പ വാട്ടർഫോൾസ് അല്ലേ? ആ ടോയ് കോഫിയിൽ പോയത് കൺഫ്യൂഷൻ ആയല്ലോ. മരക്കപ്പ ഫോൾസിലേക്ക് നമ്മൾ പോണത്. ചേടാ, നമ്മള് അങ്ങോട്ട് തന്നെ പോണത്. അതിന്റെ അടുത്തൊരു വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞു. അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രിഡ്ജില് മറ്റേ വാട്ടർഫോൾസിൽ പോണതിന് മുന്നേ നമ്മള് ഭക്ഷണം കഴിക്കുവോ? വിശക്കണുണ്ടായിരിക്കും. വാട്ടർഫോൾസിൽ പോണതിന് മുന്നേ ഭക്ഷണം കഴിക്കണോ? വാട്ടർഫോൾസിൽ പോയിട്ട് കയറി വന്നിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കാം അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണ വഴിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാനായാലും നമ്മൾ ഗിംബലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പണി പഠിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ഇങ്ങനെ പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയായിരുന്നു നമുക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കാം, അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഏട്ടൻ പറയേണ്ടായിരുന്നു നമുക്ക് ചിലപ്പോൾ നേരിട്ട് കാണുന്ന അത്രയും ഭംഗി ഉണ്ടാവില്ല നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളത് കവർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ മലകളും മറ്റേ നമ്മൾ മൂന്നാറൊക്കെ പോയൊരു ഫീലാണ്. നമ്മളിവിടെ ന്യൂസിലാൻഡിൽ എവിടെ പോയൊരു മൂന്നാർ പോയ ഫീലാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ഉള്ള വീഡിയോസൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സീനായിരുന്നു നമുക്കിവിടെ കാണാനായിട്ട്. നമുക്കതിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനായാലും ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ യാത്ര ചെയ്തോണ്ടിരിക്കട്ടാ. ഇവിടെ സൈഡില് ഒരു ബണ്ട് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ? ബീച്ച്, അതിന്റെ അപ്പുറത്ത് ബീച്ച്. നമ്മളിപ്പോ അവിടെ പോയപ്പോ ബീച്ച് കണ്ടു. പക്ഷെ അമ്മ അതിന്റെ മുകളിലൊക്കെ വീടല്ലേ. അപ്പൊ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഫുള്ള് വെള്ളാട്ടോ. നല്ല രസം കാണാനായിട്ട് അല്ലേ? അയ്യോ, അത് കെട്ടിട്ടുണ്ടാ? സ്റ്റാച്ചു ആണോ അത്? അല്ല, ഒരു കുതിരനെ കാണിച്ചിട്ടുണ്ട്. നല്ല വെള്ള മറ്റേ അയ്യോ അതിന് കെട്ടിട്ടാണ്ട് ഭാഗ്യ അതിങ്ങോട്ട് വരവൊന്നും. ഞാൻ അടക്കിട്ട് പോകുന്നു. ഞാൻ തിരിച്ചൊന്നുമില്ല, ഞാൻ അടക്കാൻ പോവാ. വേണ്ട നമുക്ക് ഒരു മിനിറ്റ് കൈകൊണ്ട് കാണിച്ചാൽ എടുത്ത് കയറത്. വേണ്ടേട്ട മക്കളെ ഗർഭിണിയെന്ന്
ഗർഭിണിയാ? വലിയ കോഴ്സോ? കോഴ്സ് ആണല്ലേ? അതിനത്ര വരെ വരാം. അത്രയും വരാൻ പറ്റുള്ളൂ. നമുക്ക് ശരിക്കും കുറച്ച് ഇംഗ്ലീഷുകാരെ പരിചയം കുറെ വീഡിയോസ് കിട്ടും. നിന്റെ ആരോ ഫാമേഴ്സിലുണ്ട് തോന്നാറ് ഫാമേഴ്സില് ഓണാക്കി വെച്ചോ. ഞാൻ എന്നോട് പറയണത് വർത്താനം എടുക്കുന്നതാ. തന്നെ വർത്താനം പറയാം. എന്റെ ആരോ ഫാമേഴ്സിലുണ്ട് അല്ലേ കടയില? നമ്മുടെ ഇവിടെ അപ്പുറത്തേക്കനല്ലേ? നമ്മുടെ ഇവിടെ അപ്പുറത്തേക്കൻ്റെ വരുന്നില്ല ധനുഷ. ഉണ്ട്. അവ അവിടെ ജോലി ചെയ്യുന്നത്. ഫാമേഴ്സിലാ? ഫാമേഴ്സിലല്ലേ ജോലി ചെയ്യുന്നത്? ഫാമേഴ്സിലാണോ ഫാമേഴ്സിന്റെ ഇപ്പുറത്തുള്ള എനിക്ക് ഓർമ്മയില്ല. അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അടിപൊളി ഫാമിലാ? ഫാമില്. അതാണ് കാര്യം. ചോറിന സമയായി. വിശക്കുണ്ടല്ലേ? എല്ലാവർക്കും വിശക്കുണ്ട്. പക്ഷെ എല്ലാം വിശക്കുണ്ട്. പിള്ളേർക്ക് എങ്ങനെയും ബീച്ചിലെത്തിയാ മതി എന്ന് വിചാരിച്ചിട്ടിരിക്കണവര്. വാട്ടർ ബീച്ചിലെ അവിടെ നിന്ന് എത്തിയവർക്ക് അവിടെ ഇറങ്ങിയാ മതി. പക്ഷെ തണുപ്പുണ്ടാണോ? അപ്പൊ നമ്മളങ്ങനെ മരക്കോപ്പ ഫോൾസിൽ എത്തിയിട്ട് എന്റെ ഓട്ടി. അപ്പൊ ഇവിടുന്ന് 420 മീറ്റർ ആണ് കാണിക്കുന്നത്. 10 മിനിറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ കാണിക്കണേ. അപ്പൊ ഞങ്ങളിതേ വണ്ടി അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്നിട്ട് പറയാ വണ്ടികൾ നിറച്ചും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടാണ് ഇറക്കണ്ടേ ചേട്ടാ? അങ്ങോട്ടാണോ? എന്തുമ്മാ കാര്യം എടുത്താ മൊത്തം ചെടിയല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇത് കഴുകാം. അപ്പൊ നമ്മൾ നേരത്തെ പോയ കോഫി ഷോപ്പിന്റെ പേരാണ് കേട്ടാ കാണിക്കണേ. അപ്പൊ നമ്മൾ ആ കോഫി ഷോപ്പിലേക്ക് പോയി ഈ വാട്ടർ പൊടിച്ച് നമ്മൾ വന്നു. അപ്പൊ ഇനി ഇവിടെ ഉണ്ട് കുറച്ചിങ്ങനെ ഇറങ്ങി പോണം. നമ്മൾ ഈ വഴിയൊക്കെ ഇങ്ങനെ കേറേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട്. എന്നാലും സാരില്ല. ഇതെന്താ ഇവിടെ? അല്ല ഞാൻ പറഞ്ഞത് ഫുഡ് അടിക്കാൻ നല്ല ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ. നോക്കി ഇറങ്ങിക്കോളൂട്ടാ. ഇവിടെ മറ്റേ ഇതില്ല, സ്റ്റെപ്പ് ചിലപ്പോ ഞാൻ അങ്ങോട്ട് താഴത്തേക്ക്. വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കണണ്ടാ? അതല്ല, വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കണ്ട്. ഇങ്ങനെ നമ്മൾ ഇറങ്ങി പോണേ. ഈ വഴിയൊക്കെ തിരിച്ച് കയറണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം. ഷൂ വെച്ചിട്ട് പോയി. എന്തിനു മോട്ടി? വേണ്ട അങ്ങനെ പോണ്ട. ചിലപ്പോ അവിടെ ചിലപ്പോ ചതുപ്പായിരിക്കും മോട്ടി. ഇതെന്തിനാണ് പോണത്? എന്തിനാ ഈ പൊട്ട ഷൂ എല്ലാവരും കൊണ്ടുവച്ചേക്കണത്? ഊട്ടി തനി മറ്റേ കൂറപ്പത്തിട്ട് പോണ നല്ല കൊക്കയാട്ടാ. താഴത്തേക്ക് നോക്കുമ്പോ നല്ല കൊക്കയാണ്. അപ്പൊ നമ്മളങ്ങനെ നടന്ന് പോട്ടാ. പുനസ് ഫസ്റ്റ് പോണോ? നോക്കി ശ്രദ്ധിച്ചിറങ്ങിക്കോളട്ടാ. നിരങ്ങരുത്. ഇവിടെയും തണുപ്പുണ്ട്. നമ്മളിപ്പോഴും സ്വെറ്റർ എടുത്തില്ല. സ്വെറ്റർ എടുക്കാണ്ട് പോന്ന കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്ത് പോട്ടി? തിരിച്ചു വരുമ്പോ ഫുഡ് കഴിക്കണം അല്ലേ? നമുക്ക് നല്ല രീതിയിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാര് വന്നു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരങ്ങനെ വരില്ലല്ലോ. അപ്പം കുറെ പേര് നമ്മളിങ്ങനെ പോകുമ്പോ കുറെ പേര് തിരിച്ചു കയറി പോകുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇങ്ങനത്തെ വഴിയായിട്ട് സ്റ്റെപ്പ് ഒന്നുമില്ല ഇങ്ങനെ. പക്ഷെ ചെറുതായിട്ട് അവരിങ്ങനെ കുഞ്ഞ് ബേബി മെറ്റൽ പോലത്തെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സ്ലിപ്പറി അല്ല. നമ്മൾ ഏകദേശം ഇപ്പൊ അവിടേക്ക് അടുത്തേക്ക് എത്തി. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കുണ്ടല്ലോ, ഇത് തുമ്പയാണോ? ഇപ്പൊ തൊട്ടപ്പോ എനിക്ക് കുത്തണം പോലെ തോന്നി. അയ്യോ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? അവിടെ ഒരു ശ്രദ്ധയില്ല. അവിടെ ഇങ്ങനെ വേണ്ട, നമുക്ക് ഇതിന് കൂടെ പോവാം. പക്ഷെ ബി കെയർഫുൾ. ആ സ്ഥലത്ത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വഴി കൂടെ നേരെ വഴി കൂടെ പോവാം. ഇതിൽ കൂടെ പോയിട്ട് നമുക്ക് നോക്കിട്ട് വരാം. ഇതിലേ പോണോ? വേണ്ട, ഒരുമിച്ച് പോവാം. അത് അടിയുന്നുള്ളതും എന്നാ പിള്ളേരോടെ പോവാം. എങ്ങനെയുണ്ട് ചേട്ടാ? വേണ്ട, നിങ്ങളുടെ കൂടെ വരണുള്ളൂ.
ഇവിടെ ഇപ്പൊ മഴയും കൂടി പെയ്തതിന് അടിപൊളിയായിരിക്കുമല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ ഇത് കൂടും. നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് അല്ലേ? പിള്ളേര് എങ്ങനെയാ പറന്നു പോണേവോ? നോക്കി നടന്നോളട്ടാ. എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അത് നമ്മള് പിന്നെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അവിടൊക്കെ. അമ്പോ അടിപൊളിയായിട്ട് നോക്കി നടക്കണേ, നോക്കി നടക്കണേ. അമ്പോ പൊളി 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 പൊളി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഓഡിയൻസേ? ഓഡിയൻസേ എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മുടെ നാട്ടിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ശരിയാട്ടോ, അതിന്റെ ഒരു എഫക്ട് ഉണ്ട് ഇതൊക്കെ. വാവ്. എങ്ങനെയുണ്ടായിരുന്നു വെള്ളച്ചാട്ടം? ഒരു രക്ഷയില്ല കേട്ടാ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അത്രയും ഉണ്ടോ? അതിരപ്പള്ളിയിൽ അത്ര അല്ലെങ്കിലും ഹൈറ്റ് കുറവെങ്കിലും പക്ഷെ നല്ല അടിപൊളിയാ അല്ലേ? അടിപൊളി വെള്ളച്ചാട്ടം. നമുക്ക് ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ബ്രൈഡൽ വെയിലൊക്കെ പോയിട്ടുണ്ട്, ബ്രൈഡൽ വെയിൽ വാട്ടർഫോളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി വലുതാ അല്ലേ? വലുതാ. നന്നായിട്ട് വെള്ളമുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അത് സമ്മറിൽ ഇത്ര വെള്ളം നമ്മൾ ബാക്കി എവിടെയും കണ്ടിട്ടില്ല. ഇല്ല. ബാക്കി സമ്മർ ആകുമ്പോ എല്ലാവരും തീരെ വെള്ളം ഉണ്ടാവില്ല. അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമ്മർ ആയാലും കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ? പക്ഷെ സമ്മറിൽ ഉണ്ടാവില്ല ഇതിന് വെള്ളം. പക്ഷെ വിന്റർ ആകുമ്പോ ഭയങ്കര തണുപ്പായിട്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല. അതാണ് സംഭവം. ഇതിലേ പോണ്ടേ ഊട്ടി? ഔട്ടി അവിടെ ഇരുന്നു കേട്ടോ. നമ്മളിപ്പോ ആദ്യം പോയത് താഴ്ത്തിക്കുള്ള സ്ഥലത്ത് പോയത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം വരുന്ന സമയത്ത് വേറൊരു വഴിയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കൂടെ പോയിട്ട് ചിലപ്പോ വല്ല ഒരു സീനിക് ഒരു ലുക്കൗട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ? ഇവിടെ നോക്കി കാണാൻ പറ്റും. പക്ഷെ വാവുട്ടി വരുന്നില്ല അന്നു. വാവുട്ടി വയ്യാണ്ടായി അവിടെ ഇരുന്നു. പിന്നെ വിശപ്പ് കയറിയിട്ടുണ്ട്, അതാണ് മെയിൻ കാര്യം. ഇവിടെ തന്നെ ഒരു സീനിക് ലുക്കൗട്ട് പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടാ. അപ്പൊ അതിലിങ്ങനെ കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അല്ലേ? ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നും കാണാൻ പറ്റൂട്ടോ. ഇവിടെ നിനക്ക് ഇപ്പൊ എന്റെ ഏട്ടൻ പോയി നിൽക്കാൻ ഇവിടെ എൻജോയ് ചെയ്യാം. ഇവിടെ ഇരുന്ന് കാണാല്ലേ? പോയാ ഇങ്ങനെ ഒരു സ്ഥലത്തല്ലേ നമ്മളെ മോളിൽ നിന്ന് ആൾക്കാർ അത് ബ്രൈഡൽ വെയിലുണ്ട് കേട്ടാ. നമ്മൾ കണ്ടായിരുന്നു അല്ലെ? കല്ലെടുത്തെറിയുന്നത് അത് ബ്രൈഡൽ വെയില്. അതാണ് കാര്യം. പക്ഷെ ഇത് രസല്ലേ? നമുക്കിങ്ങനെ ഇരുന്ന് കാണാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു ഞാൻ? അയ്യോ നല്ല രസം. അവിടെ നമുക്ക് ആ ഒരു സീനിക് ലുക്കൗട്ട് പോലെ നമുക്ക് തന്നിട്ടില്ല. അവിടെ പോയിട്ടായാലും നമുക്ക് നേരെ ഉള്ള ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെ ആ വാട്ടർഫോൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം. ഇപ്പൊ അതിരപ്പള്ളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വെള്ളച്ചാട്ടം പക്ഷെ അത് കാണാൻ പോണെങ്കിൽ നമ്മൾ നടന്ന് താഴേക്കൊക്കെ ഇറങ്ങാനായിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ ആ ഒരു പാറക്കല്ലിന്റെ അവിടേക്കല്ലേ പോകാറുള്ളൂ. ആ സ്റ്റെപ്പ് ഒന്നും ഇറങ്ങി നമ്മൾ താഴത്തേക്ക് പോകാറ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോ മുന്നേ പോകാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് നാട്ടിലുള്ളപ്പോ അതിരപ്പള്ളി പോയപ്പോഴൊന്നും നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടില്ല. പക്ഷെ വയ്യാണ്ടാവും നമ്മള്. പക്ഷെ ഇപ്പൊ
ഇതൊക്കെയാണെങ്കിൽ കുറച്ച് വഴിയുള്ളൂ, നമുക്ക് 10 മിനിറ്റ് ഇറക്കാൻ. 420 മീറ്റർ നമ്മൾ എഴുതി കാണിച്ചേക്കണേ, അത്രേ ഉള്ളൂ. അതുവരെ നടന്നു പോയിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് വഴി അപ്പൊ നമുക്ക് ഓക്കെയാണ്. നടന്ന് നമ്മൾ അത്ര അങ്ങോട്ട് വയ്യാണ്ടാവില്ല. പക്ഷെ നമുക്കിന്ന് ശരിക്കും പറഞ്ഞാൽ അത്ര കുറച്ചെങ്കിലും ഒരു വയ്യാണ്ടാവാൻ കാരണം നമ്മളുടെ ഇത് 3ാമത്തെ സ്ഥലം. ഇനി നമ്മൾ പോയി ഫുഡ് കഴിക്കും, എന്നിട്ട് നമ്മൾ ബീച്ചിൽ പോയി നമ്മൾ തകർത്ത് മറിയും. ഫുഡ് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നല്ല ചെളിയായിട്ട് അവിടെ. കഴിഞ്ഞ ദിവസം ചെരുപ്പൊക്കെ നമ്മൾ ഷൂ ഒക്കെ നന്നായി കഴുകി എടുത്ത് വെച്ചായിരുന്നു. ഇനി നമ്മൾ വീണ്ടും കഴുകേണ്ട അവസ്ഥയ്ക്ക് മാറിയിട്ടുണ്ട് അല്ലെ, നല്ല ചെളിയേ. ഇനി എവിടെയെങ്കിലും നല്ല ഇങ്ങനെ ഒരു ഗ്യാപ്പ് നല്ല ഫുഡ് അടിക്കണം. 1:15 നല്ല ചിക്കൻ ചോറുണ്ട്. ചിക്കൻ ചോറ് കൂട്ടി പടയ്ക്കാം. പക്ഷെ കറി അച്ചാർ എടുക്കേണ്ടതായിരുന്നു അല്ലേ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ എപ്പോഴും ഞങ്ങൾ ആദ്യമേ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോണത് എപ്പോഴും നല്ലത്. കാരണം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് മെയിൻ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, കൊറേ കാശ് അങ്ങനെ പോകും. നമുക്ക് തൃപ്തി വരില്ല. ഇപ്പൊ ഒരു $12 കൊടുത്ത് ചിലപ്പോൾ ഒരു ബർഗർ കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് വയറിനറിയോ ഇല്ല. പിന്നെ നമ്മുടെ വയറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആവില്ല. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ടും പ്രശ്നം. അതും പിന്നെ ഒരു ബർഗർ വാങ്ങിച്ചാൽ മതിയോ? അല്ല, ആ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചോറ് മതി ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ചും കഴിക്കുകയും ചെയ്യാം. വയറിന് വലിയ പ്രശ്നങ്ങളും വരില്ല. ഇവിടെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ചോറൊക്കെ കഴിക്കണം. ചോറ് വേണമെന്നില്ല, ചപ്പാത്തിയും ബീഫും. അങ്ങനെ ചപ്പാത്തി കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഒരു 4 ചപ്പാത്തിയും 2 കട്ട്ലേറ്റും ഒരു ചിക്കൻ കറിയായാലും കുഴപ്പമില്ല അല്ലേ. 2 കട്ട്ലേറ്റും ഒരു ചിക്കൻ കറിയും. ഇതെന്താ കല്യാണത്തിന് പോയി എല്ലാവർക്കും. പക്ഷെ ഹെവി ആയിട്ട് കഴിക്കണം. ഇവിടെ നമ്മൾ കയറ്റാണ് ബുദ്ധിമുട്ട്. പിന്നെ സ്റ്റെപ്പും ഉണ്ട്, അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ഇറങ്ങുമ്പോ നമുക്ക് നല്ല സന്തോഷമായിട്ട് തോന്നും, പക്ഷെ കയറുമ്പോ അത്ര സന്തോഷമില്ല. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് കയറി പോവാം. നമ്മള് ഈ സ്ഥലം എങ്ങനെയായിട്ട് പോയത്? ഇപ്പൊ നമ്മള് പോയത് ഏത് സ്ഥലം നിനക്ക് ഇഷ്ടായത്? ഇതുവരെ പോയില്ലേ? 3 പ്ലേസിൽ പോയില്ലേ? ബ്രിഡ്ജ്, രണ്ടാമത് കേവ്, Bridge. ഇഷ്ടമായേ? Natural bridge. Yeah, that was actually really good. ഇനി വാവട്ടോടി കേട്ടാ, ഞാൻ ബൈക്കെടുത്ത് അവന് കൈമാറുകയാണ്. എക്സ്ക്യൂസ് മീ നിറോനിൻഡോ, നിനക്ക് ഇതിൽ ഏത് സ്ഥലമാണ് ഇഷ്ടപ്പെട്ടത്? ബീച്ച്. ബീച്ചാ? ബീച്ചിക്ക് പോയില്ലല്ലോടാ. എന്റെ മൈൻഡില് ബീച്ചാ. നിന്റെ മൈൻഡിൽ ബീച്ച്. പക്ഷെ ഇപ്പൊ ഈ 3 സ്ഥലം പോയില്ല. ഇപ്പൊ ബ്രിഡ്ജിൽ പോയി, കേവിൽ പോയി, ഈ വാട്ടർഫോളിൽ പോയി. അതിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാ? വണ്ടിയിൽ ഓർമ്മ ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കും. പറയാ ഏതാ ഇഷ്ടമായത്? കേവ് ആണോ, നാച്ചുറൽ ബ്രിഡ്ജ് ആണോ, ഈ വാട്ടർഫോൾ ആണോ? ഒന്നും ഇഷ്ടമല്ലോ, ഭയങ്കര ഇറക്കമല്ലേ. അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഇറക്കവും കയറ്റൊന്നും നോക്കണ്ട, ടയർഡ്നെസ് നോക്കണ്ട. അവിടെ പോയിട്ട് നിനക്ക് അതില് നല്ല ഇങ്ങനെ ബ്രിഡ്ജ് നല്ല കാണാൻ ഭംഗിയുണ്ടോ, കേവ് കാണാൻ ഭംഗിയുണ്ടോ, ഒരു വാട്ടർഫോൾ ആണോ? വാട്ടർഫോൾ പൊളിയല്ലേ. കേവോ? അത് സെക്കൻഡ്. അത് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടല്ലേ. ബ്രിഡ്ജോ? ബ്രിഡ്ജ് എന്തിട്ടുണ്ടായ നാച്ചുറൽ ബ്രിഡ്ജാ. നാച്ചുറൽ ബ്രിഡ്ജാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഓൾറെഡി മറ്റേ മരമൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ് വാവട്ടിക്ക് അതൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടണില്ല. പക്ഷെ ചിലപ്പോ അവരിങ്ങനെ വിചാരിച്ചിരുന്നത് നാച്ചുറൽ തിങ്സ് കൊണ്ട് ഉണ്ടാക്കിയാണ് ബ്രിഡ്ജ് ആണെങ്കിലോ മരം വെച്ചിട്ടുണ്ടാക്കിയാണ്. അങ്ങനെയാണെങ്കിലോ അതിന്റെ കൺസെപ്റ്റ് കാണാനുണ്ട്. അതൊക്കെ കണ്ടില്ലേ മുകളിലിങ്ങനെ പുളിയല്ലേ. അടുത്ത് പോണത് നമ്മൾ പിടിക്കാൻ വേണ്ടിയ ബ്രിഡ്ജ് അല്ല, ബീച്ച്. എന്തോ ബീ വെച്ച സ്ഥലം മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പൊ അത്രയ്ക്കുള്ളൂ ഈ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. അപ്പൊ അടുത്ത വീഡിയോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് മുതൽ നെക്സ്റ്റ്